level first question. A CD player was purchased for. ഇതാണ് വാങ്ങിയ വില അല്ലേ, അത് CP purchased for this much and this much rupees 560 was spent on its repairs. അപ്പൊ ഇതിനാണ് നമ്മൾ ഓവർഹെഡ് എമൗണ്ട് എന്ന് പറയാം. ഓവർഹെഡ് നമ്മൾ വാങ്ങിച്ചു, അതിന്റെ കൂടെ നമ്മൾ ഇത്രയും കൂടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഓക്കെ. It was then sold at a gain of 12.5%. How much did the seller receive? Okay. Finally, we have to find the selling price or SP. സെല്ലറിന് എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ SP ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, ഗെയിൻ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഓക്കെ. എന്താണേലും ടോട്ടൽ എത്രയാ ആള് ചെലവാക്കിയത്? CP ഇത്രയും 3200 rupees കൊടുത്ത് വാങ്ങിച്ചു, അതിൻ്റെ കൂടെ 560 rupees പിന്നെയും ചെലവാക്കി. സോ 3200 പ്ലസ് 560 ആണ് ടോട്ടൽ എമൗണ്ട് അല്ലേ, നമ്മൾ ചെലവാക്കിയ ടോട്ടൽ എമൗണ്ട് ഇത്രയാണ്. സോ ഇതാണ് നമുക്ക് ആക്ച്വലി CP എന്ന് പറഞ്ഞെടുക്കേണ്ടത്. 3760 rupees ആണ് ടോട്ടൽ. ഇനി it was then sold at a gain percentage. അപ്പോൾ gain percentage പറഞ്ഞിട്ടുണ്ട്, അത് 12.5% എന്ന് പറഞ്ഞാൽ 12 into 2 24 plus 1 25 ആണ്. ഓക്കെ. അപ്പൊ ഗെയിൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഗെയിൻ ബൈ CP into 100. ഇതാണ് ഗെയിൻ പെർസെൻറ്റേജ്. അതാണ് ഈ 25/2% എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് നോക്കാം ഗെയിൻ. ഗെയിൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താ വേണ്ടത്? SP ആണ് വലുതെന്ന് അറിയാം അല്ലെ. SP മൈനസ് CP ആണ് ഗെയിൻ. ഓക്കെ. SP ആണ് നമുക്ക് അറിയാത്ത ആള്. അപ്പൊ SP ഞാൻ X എന്നും CP ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ടോട്ടൽ 3760 എന്നും കൊടുക്കാം. അപ്പൊ ഈ ഇക്വേഷനിലോട്ട് കൊടുക്കാം. ഗെയിൻ എന്ന് പറയുന്നത് SP നമുക്ക് അറിയില്ല. SP മൈനസ് CP ബൈ CP ഇൻറ്റു 100. ഇതാണ് 25/2. ഇനി ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എക്സ് തന്നെയാണ് ആക്ച്വലി ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്ന SP. അപ്പോൾ ഈ ഇക്വേഷനിൽ കുറച്ച് റീഅറേഞ്ച്മെന്റ് ചെയ്യാം. റീഅറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ ഈ ഇൻറ്റു 100 പുറത്ത് കിടപ്പുണ്ടല്ലേ, അയാളെ എനിക്ക് വേണമെങ്കിൽ അപ്പുറത്തോട്ട് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ എക്സ് മൈനസ് 3760 ഓൾ തിങ് ഡിവൈഡഡ് ബൈ 3760. ഈ ഇൻറ്റു 100നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി, ഇത് ബ്രാക്കറ്റിനകത്താണ്. ഇൻറ്റു 100 അങ്ങോട്ട് പോകുമ്പം ഡിവൈഡഡ് ബൈ ആവും. ഞാൻ എന്തിനത് കൊണ്ടുപോകുന്നതെന്ന് അറിയോ? 25/2 ഇൻറ്റു 100 ആയി. ഈ 25ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ ഈ കിടക്കുന്ന 100. അപ്പൊ നമുക്കത് കട്ട് ചെയ്ത് കളയാൻ പറ്റും അല്ലേ. 4 ടൈംസ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ആ 100നെ അങ്ങോട്ട് കൊണ്ടുപോയത് കേട്ടോ. അപ്പൊ ഫൈനലി ഇത് എത്രയായി? 1/8 എന്നായി. ഇനി എന്ത് ചെയ്യണം? ഈ എക്സ് മൈനസ് 3760 അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഈ ഡിവൈഡഡ് ബൈ എന്നുള്ളയാളെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ 3760/8 എന്ന് കിട്ടും. ഓക്കെ. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 32 അല്ലേ. 4 times 8 ആണ് 32. 32 കഴിഞ്ഞാൽ ഇവിടെ എത്രയുണ്ട് ബാക്കി? 56. 7 times then 0. അപ്പൊ 470 എന്ന് കിട്ടി. അപ്പൊ എക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മൈനസ് 3760നെ ഞാൻ നെക്സ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യണം. അപ്പൊ പ്ലസ് ആവും. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 3760 പ്ലസ് 470 0. then ഇവിടെ 13 1 left. so 12 4. അപ്പൊ 4230 rupees ആണ് സെല്ലറിന് ഫൈനലി കിട്ടിയത്. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രമേഷ് bought a shirt for 336 rupees including 12% sales tax and a tie for ₹110 including 10% sales tax. Find the list price without sales tax of the shirt and tie together. Okay. ഒരു ഷർട്ട് ഉണ്ട്. ആ ഷർട്ടിന്റെ പ്രൈസ്, ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വിചാരിച്ചു. അതുപോലെ ഒരു ടൈ ഉണ്ട് അല്ലെ, ടൈയും പറയുന്നുണ്ട്. ടൈയുടെ പ്രൈസ് Y ആണെന്ന് വിചാരിച്ചു. ഓക്കെ. നമ്മൾ അങ്ങനെ എടുക്കുകയാണ് കംഫർട്ടായിട്ട്. ഇനി നോക്കിയേ, ഈ ഷർട്ടിന്റെ കാര്യം ഒരു സൈഡിൽ നോക്കാം. ഷർട്ടിന് എന്താ പറ്റിയത്? അത് വാങ്ങിച്ചത് ബോട്ട് അല്ലെ ഫോർ ദിസ് മച്ച് റുപ്പീസ് ഇൻക്ലൂഡിങ് 12% ST. അതായത് എക്സ് ആണ് ആക്ച്വൽ പ്രൈസ്, അതിന്റെ കൂടെ
12% ഓഫ് എക്സും കൂടി ആഡ് ചെയ്തപ്പോഴാണ് ഈ 336 കിട്ടിയത്. ഓക്കെ, ശരിക്കുള്ള പ്രൈസിന്റെ കൂടെ അതിന്റെ 12% കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ കൊടുക്കണം ശരിക്കും അത് കിട്ടണമെങ്കിൽ, ഓക്കെ, വാങ്ങണമെങ്കിൽ. അപ്പോ ഇതെങ്ങനെ എഴുതും? 12% എന്നുള്ളതിന് 12/100 ഇൻറ്റു എക്സ്, ഇതാണ് 336. ഇവിടെ നിന്ന് കിട്ടും ഈ 100 ഇവിടെ ഡിനോമിനേറ്ററിലുണ്ട്, ഇവിടെ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ അതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 ഇൻറ്റു എക്സ്, 100x plus 12x all divided by 100 equals 336 എന്ന് കിട്ടും. ഓക്കെ, സോ 112x ഓക്കെ ഈക്വൽ ടു ആ 100നെ ഞാൻ നെക്സ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകും അല്ലെ. ഇവിടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 100 അങ്ങോട്ട് പോകുമ്പോൾ ന്യൂമറേറ്റർ അതായത് മൾട്ടിപ്ലിക്കേഷൻ ആവും 33600. അപ്പൊ ഫൈനലി എക്സ് എത്രയാ? എക്സ് എന്ന് പറയുന്നത് 33600 by 112. ഈ 112 ഇൻറ്റു 3 അല്ല ഈ 336. സോ എക്സ് എന്ന് പറയുന്നത് 300 റുപ്പീസ് ആണെന്ന് കിട്ടി. അപ്പൊ ഷർട്ടിന്റെ ആക്ച്വൽ പ്രൈസ് നമുക്ക് 300 റുപ്പീസ് ആണെന്ന് കിട്ടി. ഇതേപോലെ നമുക്ക് ടൈയുടെയും ആക്ച്വൽ പ്രൈസ് എടുക്കാൻ പറ്റും. ടൈയുടെ വാല്യൂ നമ്മൾ ആക്ച്വൽ പ്രൈസ് നമ്മൾ y എന്നും പറഞ്ഞാൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. y ആണെന്ന് വിചാരിച്ചു ടൈയുടെ പ്രൈസ്. അതിന്റെ എത്ര പെർസെന്റേജ് എടുക്കണം? 10% അല്ലെ. കോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് 10% ഓഫ് y. അതും കൂടി ആഡ് ചെയ്തപ്പോഴാണ് എത്ര കിട്ടിയത്? ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 110 റുപ്പീസ് ഇൻക്ലൂഡിങ് 10% ST സെയിൽസ് ടാക്സ് അത്രയുണ്ട്. അപ്പോൾ ഇതാണ് 110. അപ്പോ ഇത് നമ്മൾ എങ്ങനെ മാത്സിൽ എഴുതും? 10% എന്നുള്ളതിന് 10/100 ഇൻറ്റു y ആണ് 110. ഇതേപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ y ഇൻറ്റു 100 100y പ്ലസ് 10 ഇൻറ്റു y 10y ഓൾ ഡിവൈഡഡ് ബൈ 100 ആണ് 110. 100 പ്ലസ് 10 110y ആണ് ന്യൂമറേറ്ററിൽ ബൈ 100 ഈക്വൽസ് 110. ഇവിടെ 110 ഓൺ ബോത്ത് സൈഡ്സിൽ രണ്ട് സൈഡിലും കിടപ്പുണ്ട് 110. കട്ട് ചെയ്യാലോ, പോയി. അപ്പോൾ y ഈക്വൽ ടു 100 എന്ന് കിട്ടി. അതായത് ടൈയുടെ ശരിക്കുള്ള പ്രൈസ് 100 ആണ്. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ ലിസ്റ്റ് പ്രൈസ് വിത്തൗട്ട് സെയിൽസ് ടാക്സ് ഓഫ് ദ ഷർട്ട് ആൻഡ് ടൈ ടുഗെദർ. ഇവർ രണ്ടുപേരുടെയും കൂടി ശരിക്കുള്ള പ്രൈസ് ടോട്ടൽ എത്രയാണ്? 300 പ്ലസ് 100 400 റുപ്പീസ് ആണ് ആൻസർ വരുന്നത്. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ വിശാഖ ഓഫേഴ്സ് a discount of 20% on all the items at her shop. എല്ലാ ഐറ്റത്തിനും 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. and still makes a profit. എന്നിട്ടും ആൾക്ക് പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് ഓഫ് 12%. what is the cost price of an article marked at 280 rupees? ഓക്കെ, 280 റുപ്പീസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസ്. അപ്പൊ അത് 20% ഡിസ്കൗണ്ടിനാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 12% ആണ്. അങ്ങനെയാണ് നമ്മൾ ആലോചിക്കുക. 280 റുപ്പീസ് മാർക്ക് പ്രൈസിലുള്ള ഒരാളെ 20% ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്ര രൂപ കിട്ടും? ഈ 280 ആണ് ഇവിടെ മാർക്ക് പ്രൈസ്. അതിന്റെ 20% എത്രയാണെന്ന് നോക്കണം. 20/100 എടുക്കുക. അപ്പം 2 0 ഉണ്ട് താഴെ അല്ലെ, മുകളിലും ഉണ്ട് 2 0. കട്ടായി പോവല്ലോ. സോ 28 ഇൻറ്റു 2. സോ 56 റുപ്പീസ് ആണ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. സോ ഫൈനലി എത്രയാണ് വില വരിക? 280 മൈനസ് 56 റുപ്പീസിനാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വിൽക്കുന്നത്. മാർക്ക് പ്രൈസ് 280 ആണ്, ബട്ട് അതിന്റെ 20% കുറച്ച് കൊടുക്കുകയാണ്. അപ്പോ 224 റുപ്പീസിന് വിൽക്കുന്നുണ്ട്. മനസ്സിലായോ? 280 റുപ്പീസിന് അവിടെ മാർക്ക് ചെയ്ത് വെച്ച ഒരു ഐറ്റം ഇപ്പൊ വിൽക്കുന്നത് 224 റുപ്പീസിനാണ്. അപ്പൊ പറയുമ്പോൾ 20% ഡിസ്കൗണ്ടിലാണ് അത് വിറ്റത്. കണ്ടോ, 56 റുപ്പീസ് അതിൽ നിന്ന് കുറച്ചിട്ടുണ്ട്. ഇനി എന്താണെന്നറിയോ? ബട്ട് ഇങ്ങനെ ചെയ്തപ്പോഴും ആക്ച്വലി വിശാഖയ്ക്ക് പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് ഈസ് അബൌട്ട് 12%. അപ്പൊ CP എത്രയാണെന്ന് ചോദിച്ചത്. അപ്പൊ ആക്ച്വലി വിശാഖ എത്ര രൂപയ്ക്ക് അത് വാങ്ങിച്ചത്? ഓക്കെ, CP നമുക്ക് X ആണെന്ന് വിചാരിക്കാം. ഈ എക്സിന്റെ 12% കൂടി ചേർത്തു അല്ലെ. 12% ആണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 12% 12/100 ഓഫ് X ചെയ്യുമ്പോൾ കിട്ടിയതാണ് ഈ 224 ആണല്ലോ. അങ്ങനെ ആലോചിക്കാമല്ലോ. നോക്കിക്കേ, ശരിക്കുള്ള
പ്രൈസ് മീൻസ് വിശാഖ അത് വാങ്ങിച്ചത് എക്സ് റുപ്പീസിനാണെങ്കിൽ അതിൽ നിന്ന് 12% കൂടി ആഡ് ചെയ്തിട്ടാണ് ആള് ഈ 224 വിറ്റത്. അപ്പോഴേ 12% പ്രോഫിറ്റ് ആവുള്ളൂ. അപ്പൊ ഇത് നമ്മൾക്കൊന്ന് മാത്തമാറ്റിക്കലി ഇതൊന്ന് ഡീൽ ചെയ്തെടുക്കാം. 100 ഇൻറ്റു എക്സ്, അപ്പൊ 100x ആയി പ്ലസ് 12x all divided by 100 ഈക്വൽസ് 224. അപ്പൊ എന്തായി 120 ഇങ്ങോട്ട് പോവാണ് 224 ഇൻറ്റു 100. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറയുന്നത് 224 ബൈ 112 എന്ന് പറഞ്ഞാൽ ഇത് 200. അപ്പൊ 200 റുപ്പീസിനാണ് വിശാഖ ഐറ്റം വാങ്ങിച്ചത്. എന്നിട്ടോ അത് മാർക്ക് പ്രൈസ് ഇട്ടത് 280. എന്നിട്ട് പറയും 20% ഡിസ്കൗണ്ട് ആണെന്ന്. അപ്പം വാങ്ങുന്ന ആൾക്ക് വിചാരിക്കും ഓക്കെ പ്രൈസ് ഡിസ്കൗണ്ട് ഉണ്ട്, ബട്ട് ആക്ച്വലി ഇതേ 24 റുപ്പീസ് എക്സ്ട്രാ ഡീലർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ്. A shopkeeper bought 2 phones for rupees 8,000 each. 2 ഫോണും വാങ്ങിച്ചത് 8,000 റുപ്പീസിനാണ്. അപ്പൊ CP ഓരോരുത്തരുടെയും CP ആണ് 8,000. After selling the phones, there was a loss of 4% on first phone and profit of 8% on second phone. Calculate the overall gain or loss percent on the whole transaction. അപ്പൊ ആദ്യം നമുക്ക് ഈ 4% ലോസ് ഉണ്ടായപ്പോൾ SP രണ്ടുപേരുടെയും ഓവറോൾ SP നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതാണ് വേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഫോണും ഉണ്ട് അതുപോലെ സെക്കൻഡ് ഫോണും ഉണ്ട്. ഇവർ രണ്ടുപേരുടെയും SP ഫൈൻഡ് ഔട്ട് ചെയ്യണം. വാങ്ങിച്ചത് 8,000 റുപ്പീസിനാണ്. ഓക്കെ, 8,000 റുപ്പീസ് ആണ് വാങ്ങിച്ചത്. അതിന്റെ 4% ലോസ് ആയി എന്ന് പറഞ്ഞാൽ 4% ഓഫ് 8,000 നമുക്ക് ലോസ് ആയി അല്ലെ. അപ്പൊ ഇതാണ് ഫൈനലി SP ഓഫ് ഫസ്റ്റ് ഫോൺ. അപ്പൊ 8,000 മൈനസ് 4/100 ഓഫ് 8,000. ഓക്കെ, 4% ഓഫ് 8,000 4/100 ഓഫ് 8,000 എടുക്കാം. ഇവിടെ ഈ 2 0 ക്യാൻസൽ ആയി പോയി. അപ്പോ 8,000 മൈനസ് 320 എന്ന് കിട്ടും. ഓക്കെ, 8,000 മൈനസ് 320 ചെയ്യുമ്പോൾ 7680 എന്ന് വരും. That means first phone, okay, first phone the selling price 7680 rupees ആണ്. ഇനി ഇതേപോലെ നമുക്ക് സെക്കൻഡ് ഫോൺ ഉണ്ട് അല്ലെ. സെക്കൻഡ് ഫോൺ 8% പ്രോഫിറ്റിലാണ് വിറ്റത്. സോ 8,000 റുപ്പീസിനാണ് വാങ്ങിച്ചത്. അതിന്റെ 8% ഓഫ് 8,000 കൂടി ആഡ് ചെയ്തിട്ടാണ് വിറ്റത് ആണല്ലോ. അപ്പൊ ഇതാണ് SP. 8,000 പ്ലസ് 8% എന്ന് പറഞ്ഞാൽ 8/100 ഓഫ് 8,000. ഓക്കെ, 2 0 ക്യാൻസൽ ആവും. സോ 8,000 പ്ലസ് 640 എന്ന് കിട്ടി. 8640 റുപ്പീസ്. അപ്പോ 8640 റുപ്പീസ് ആണ് എന്ത് സെല്ലിംഗ് പ്രൈസ് ഓഫ് സെക്കൻഡ് ഫോൺ. ഇനി ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ, ഓവറോൾ ഗെയിൻ അല്ലെങ്കിൽ ലോസ്. ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് ആദ്യം നോക്കണം. എന്നിട്ടോ അതിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ടോട്ടൽ എത്ര രൂപയാ CP നോക്കാം. CP 8,000 അല്ലെ. ടോട്ടൽ CP എന്ന് പറയുമ്പോൾ രണ്ടും നമ്മൾ വാങ്ങിച്ചത് 8,000 റുപ്പീസിനാണ്. അപ്പൊ രണ്ടെണ്ണത്തിന് അപ്പൊ 16,000 റുപ്പീസ് ആണ് മുടക്കിയത്. ഓക്കെ, SP വിറ്റപ്പോഴോ എത്ര കിട്ടി? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, 16,320 റുപ്പീസ് ആണ് ടോട്ടൽ SP ആണല്ലോ. നമുക്ക് വിറ്റത് മൊത്തം നോക്കിയാൽ 16,320 റുപ്പീസ് ആണ് വിറ്റത്. സോ ഇവിടെ നോക്കിയേ, SP അല്ലേ വലുത്, ഗ്രേറ്റർ ദാൻ CP. അപ്പൊ എന്താ സംഭവം? ഇത് ഗെയിൻ ആണ്. വിറ്റത് വാങ്ങിയതിനെക്കാട്ടിലും കൂടുതൽ വിലയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. ഇനി അത് മാത്രം പോരാ, ഇനി പെർസെൻറ്റേജും കൂടി വേണം. അപ്പൊ ഗെയിൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാല് ഗെയിൻ ബൈ CP ഇൻറ്റു 100. ഇതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഗെയിൻ എന്ന് പറയുന്നത് എന്താ? SP മൈനസ് CP, അതാണ് ഗെയിൻ. SP മൈനസ് CP ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 320. ഓക്കെ, സോ 320 ബൈ CP എത്രയാ?
ടോട്ടൽ സി പി എടുക്കണം 16,000 ഇൻറ്റു 100. ഇതാണ് പെർസെൻറ്റേജ്. ഇതിൽ സീറോസ് ക്യാൻസൽ ചെയ്യാം, ഇതൊക്കെ പോയി. ബാക്കി 32/16, ദാറ്റ് ഇസ് 2% ഓവറോൾ ഗെയിൻ ആണ് ട്രാൻസാക്ഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഐ പർച്ചേസ്ഡ് എ ടി വി സെറ്റ് for rupees 16,100 inclusive of what? If the selling price of TV set is rupees 14,000, find the rate of VAT. ആ rate of VAT നമുക്കറിയില്ല എന്തോ ഒരു X% ആണെന്ന് വിചാരിച്ചു. അപ്പോ നമുക്ക് എന്താ സംഭവം? ശരിക്കും പറഞ്ഞ സെല്ലിംഗ് പ്രൈസ് ഇട്ടേക്കുന്നത് 14,000 ആണ്. അത്രയും രൂപ കൊടുത്താൽ ടി വി കിട്ടില്ല. ഈ 14,000ന്റെ കൂടെ X% എത്രയാണെന്ന് അറിയില്ല, X ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അത്രയും പെർസെൻറ്റേജ് ഓഫ് 14,000 കൂടി ആഡ് ചെയ്തപ്പോഴാണ് ഇതിന്റെ ആക്ച്വൽ പുറത്തോട്ട് ഇറക്കണമെങ്കിൽ ഇത്രയും രൂപ കൊടുക്കണം, 16,100 എന്ന് കിട്ടിയത്. ഓക്കെ, ഇതിൽ നിന്ന് ഈ X ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ 14,000 പ്ലസ് X/100 ഇൻറ്റു 14,000 ഈക്വൽസ് 16,100. ഇതിലിപ്പോ 14,000 കോമൺ അല്ലേ, അതങ്ങ് പുറത്തോട്ട് പോന്നോട്ടെ. ഓക്കെ, 14,000 ഇവിടുന്ന് പോയി, ബാക്കി ഇവിടെ 1 ഉണ്ട്, 1 പ്ലസ് ഇവിടുന്ന് 14,000 പുറത്തോട്ട് ബ്രാക്കറ്റിന്റെ പുറത്തോട്ട് പോയാൽ ബാക്കിയുള്ളത് X/100 ഈക്വൽസ് 16,100. രണ്ട് സൈഡിലും 2 0 നമുക്ക് കട്ട് ചെയ്ത് കളയാലോ. അതെ, ഇത് കട്ടായി പോയി. ഇനി ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ആരാ? 100 ഇൻറ്റു 1 100. ഓക്കെ, അതുപോലെ 100 പ്ലസ് X ആണല്ലോ. അപ്പം 140 ഇൻറ്റു 100 പ്ലസ് X/100, ഇതാണ് 161. ഓക്കെ, ഇവിടെ ഒരു 100 ഇവിടെ ഉണ്ട് ഡിനോമിനേറ്ററിൽ, ഇവിടെ നിന്ന് കട്ടാവുമല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ 14 ഇൻറ്റു 100 പ്ലസ് X ഈക്വൽസ് 161 ആൻഡ് ഈ 10 ഇവിടെ ഡിനോമിനേറ്ററിലുള്ള അങ്ങോട്ട് കൊണ്ടുപോകണം. 161 ഇൻറ്റു 10 ഇങ്ങനെയായി. ഓക്കെ, ഇനി നോക്കിക്കോ, ഇതില് 14 ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, 14 ഇൻറ്റു 100 പ്ലസ് 14X ആണ് 1610. ഇവിടെ വരെ കിട്ടി. അപ്പോൾ ആരാണ് ഈ 14X? 14X എത്രയാണെന്ന് കിട്ടണമെങ്കിൽ ഇപ്പുറത്തുള്ള 1400 ഞാൻ നെക്സ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ സബ്ട്രാക്ഷൻ ആവും അല്ലെ. ഇവിടെ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നയാൾ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. 1400 മൈനസ് ചെയ്യണം. 0 1 2 210 എന്ന് കിട്ടി. അപ്പോ നമുക്കിപ്പോ എന്താ കിട്ടിയ? 14X ആണ് 210. അപ്പൊ X എത്രയാ? 210/14. അതില് ഈ 21ഉം 14ഉം എന്താണ്? 21 ആണെങ്കിലും 14 ആണെങ്കിലും 7ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പൊ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കാം, ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. അപ്പം നമ്മുടെ പെർസെൻറ്റേജ് ഇങ്ങനെ ഇരിക്കും, 30 അല്ലെ. 3 times 7 ആണ് 21. 30/2, that is 15% ആണ് what. Thank you.